സിനിമയില് ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവ പ്രതീകങ്ങളെയും ക്രൈസ്തവ ബിംബങ്ങളെയും ഒക്കെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു ഇകഴ്ത്തി കാണിക്കുന്ന രീതിയിലുള്ള പ്രതിപാദനങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുക. അത് ഇപ്പോൾ വാസ്തവത്തിൽ ഈ എമ്പുരാൻ സിനിമയിൽ മാത്രം ഒരു പ്രതിഭാസമായിട്ട് അല്ല അതിനെ കാണുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ നോക്കിയാൽ മലയാളം സിനിമ മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ ക്രൈസ്തവ സഭയെയും അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവ വിശ്വാസ പ്രതീകങ്ങളെയും ഒക്കെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയോ മോശമായ സംഭാഷണങ്ങളിലൂടെ അവതരിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത പല സിനിമകളിലും കടന്നു വന്നിട്ടുണ്ട്. പലപ്പോഴും ആ സിനിമയുടെ വിജയത്തിനോ അല്ലെങ്കിൽ സിനിമയുടെ നന്മയ്ക്കോ അത് ആവശ്യമുള്ളത് പോലുമല്ല. പക്ഷേ എങ്കിലും അത്തരത്തിലുള്ള പ്രവണതകൾ കാണുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ സംശയിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു സംഘടിതമായ ശ്രമം ഇതിന്റെ പിന്നിലുണ്ടോ എന്നുള്ള സംശയമുണ്ട്. ക്രൈസ്തവ വിശ്വാസത്തെ അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ കാണുന്നത് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രതിസന്ധികളുടെയും കാരണം എന്നതുപോലെ തിന്മയെ നന്മയായിട്ട് ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ തിന്മയെ മഹത്വവൽക്കരിക്കുന്ന ഒരു പ്രവണത നമുക്ക് പലപ്പോഴും കാണുവാനായിട്ട് സാധിക്കുന്നു പല സിനിമകളിലും. അത് അക്രമവാസനയെ ആയാലും ക്രൂരതയെ ആയാലും മറ്റ് മ്ലേച്ഛമായ കാര്യങ്ങളെ ആയാലും ഒക്കെ അന്ധകാര പ്രവണതകളെയൊക്കെ ഉയർത്തി കാണിക്കുന്ന രീതിയിലുള്ള ശൈലികൾ പല സിനിമകളിലും നമ്മൾ കാണുന്നുണ്ട്. എമ്പുരാനിലും അതിൻ്റെ ഒരു സ്വാധീനമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ക്രൈസ്തവ സമൂഹം ജാഗ്രതയുള്ളവരായിരിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. KCBCയുടെ ഭാഗമായിട്ടുള്ള വിവിധ രൂപതകളും വിവിധ സംഘടനകളും ഒക്കെ പ്രതിഷേധവും അവരുടെ വേദനയും അമർഷവും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇതിനകത്ത് കാണിക്കുന്ന ഈ പറയുന്ന പോലെ കുരിശ് തലയും കുത്തി വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ലൂസിഫറിനെ കാണിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ക്രൈസ്തവ വിശ്വാസം ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ കുരിശിനെയും ആരാധിക്കുന്നത് പോലെ തന്നെ ഇവിടെ അന്ധകാര ശക്തികൾ അതിനെതിരായിട്ടുള്ള പ്രതീകങ്ങളെയും ഒക്കെ ആരാധിക്കുന്ന ഒരു സാത്താൻ വർഷിപ്പ്, തിന്മയെ ആരാധിക്കുന്ന സാത്താനെ ആരാധിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട്. അവരുടെ പ്രവണതയായിട്ടാണ് അതിനെയൊക്കെ നമ്മൾ കാണേണ്ടത്. അതിനെല്ലാം നമ്മൾ ക്രൈസ്തവമായിട്ട് കാണേണ്ട. പക്ഷേ ക്രൈസ്തവ വിശ്വാസത്തെ അല്ലെങ്കിൽ ക്രൈസ്തവ പ്രതീകങ്ങളെ അവഹേളിക്കുക എന്നുള്ളതാണ് അവരുടെ ആരാധനയുടെയും അവരുടെ വിശ്വാസത്തിന്റെയും രീതി തന്നെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു നിലപാട് നിശ്ചയമായിട്ട് നമ്മുടെ പ്രതിഷേധവും നമ്മളുടെ അമർഷവും നമ്മൾ അറിയിക്കേണ്ടടുത്ത് അറിയിക്കണം. പക്ഷെ മറ്റ് പലരും പ്രതികരിക്കുന്നത് പോലെ നാശോന്മുഖമായ ഒരു പ്രതികരണമല്ല ക്രൈസ്തവന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാകാൻ നമുക്ക് പറ്റുകയുമില്ല. കാരണം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ നാഥനായ ക്രിസ്തുവാണ്. അപ്പൊ ആ ക്രിസ്തുവിന്റെ മനോഭാവത്തോടു കൂടി തന്നെ നമുക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. വിവേചന ബുദ്ധിയോടുകൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുക, തള്ളിക്കളയേണ്ടതിനെ തള്ളിക്കളയുവാനായിട്ടുള്ള ഒരു പരിശീലനമാണ് നമ്മളുടെ സമൂഹത്തിന് നമുക്ക് നൽകേണ്ടത്. സംഘടിതമായ ഒരു അജണ്ടയുടെ ഭാഗം ആകാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ലോകത്തിൽ നന്മയുള്ളതുപോലെ തന്നെ തിന്മയുമുണ്ട്. അപ്പോൾ ആ തിന്മ കൊണ്ട് ജീവിക്കുവാനും തിന്മ കൊണ്ട് പണം ഉണ്ടാക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്. അത് പല മേഖലകളും, സിനിമാ മേഖല മാത്രമല്ല, വ്യാപാര വ്യവസായ മേഖലകളിലൊക്കെ പലയിടത്തുമുള്ള സ്വാധീനം അതിനുണ്ട്. നമ്മൾ അതിൻ്റെയൊക്കെ പരിണിത ഫലങ്ങൾ, സിനിമയിൽ ഇതിൻ്റെയൊക്കെ സ്വാധീനങ്ങൾ ഉണ്ടായതിന്റെ പരിണിത ഫലങ്ങൾ വാസ്തവത്തിൽ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൂരതയും നാശോന്മുഖതയും അതുപോലെ തന്നെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ അടിമത്തവും അതുമൂലം ഉണ്ടാകുന്ന ദുരന്ത ഫലങ്ങളും ഒക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇനിയെങ്കിലും പൊതുസമൂഹം തിരിച്ചറിയണം. ഈ സിനിമകളിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സമൂഹത്തെ അത് എപ്രകാരം ബാധിക്കും എന്നുകൂടി പൊതുസമൂഹം ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പൊ അത് KCBCയുടെ ഭാഗം തന്നെയായ സഭയുടെ വിവിധ ഘടകങ്ങൾ, KCBC പ്രവർത്തിക്കുന്നത് സഭയുടെ വിവിധ സംവിധാനങ്ങളിലൂടെയാണല്ലോ. അപ്പം നമ്മളുടെ രൂപതകൾ, പല രൂപതകളും ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ എടുക്കുകയും നമ്മുടെ സഭാ സംഘടനകൾ, നമ്മുടെ സമുദായ സംഘടനകൾ, ഭക്തസംഘടനകൾ, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഈ പ്രതിഷേധം അറിയിക്കുകയും ഞാൻ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളെല്ലാവരും ഈ ഒരു അവബോധമുള്ളവരായി തീർന്നാൽ ഈ സിനിമ നമ്മൾ കാണില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു ക്രൈസ്തവനും ഈ സിനിമ കാണാതിരുന്നാൽ തന്നെ ഇതിനകത്തൊരു പ്രതിഷേധത്തിന്റെ അംശം നമുക്ക് കാണിക്കാൻ സാധിക്കും. ആ ഒരു വിവേചന ശക്തി നമ്മുടെ ആളുകൾക്ക് ഉണ്ടാവാൻ, പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾക്കൊക്കെ ഉണ്ടാക്കുവാനായിട്ട് വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാനുള്ള പരിപാടികളാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. സിനിമയെ സിനിമയായിട്ട് കാണുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സിനിമ ആവിഷ്കാരത്തിന്റെ ഒരു മേഖലയാണ്.
ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം അവരന്റെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാവരുത്. അതാണ് മാന്യമായിട്ടുള്ള ഒരു ആവിഷ്കാരം എന്ന് പറയുന്നത്. അല്ലാതെയുള്ളതൊക്കെ മാന്യതയില്ലാത്ത ആവിഷ്കാരമാണ്. അത് ആവിഷ്കരിക്കുന്നവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്.